ആദ്യത്തേത് ഫുള്ള് റിനോൾട്ടിന്റെ വണ്ടിയാണെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്നത് ടാറ്റന്റെ ടിയാഗോ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്. 2021 ഒരൊറ്റ ഓട്ടോമാറ്റിക്കും ബാക്കി ഫുള്ളും മാനുവലും ഫുൾ ഓപ്ഷൻ വണ്ടികളല്ലേ. 2 വർഷത്തെ വാറന്റി വരുന്നുണ്ട്. എത്ര രൂപ വണ്ടി ഇവിടെ നടക്കാം? ഇത് നമുക്കൊരു 80,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. റിനോൾട്ടിന്റെ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിലും മാനുവൽ നോക്കുകയാണെങ്കിലും ഒരുപാട് കളക്ഷൻ. അതുപോലെ തന്നെ ടാറ്റന്റെ ടിയാഗോ 1 അല്ല 2 അല്ല ഏകദേശം 6ഓളം മോഡൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ, അതായത് റെഡ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ബ്ലൂ ആണ്, ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ റിനോൾട്ടിന്റെ ഡ്രൈവർ ആണ് ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ. 7 സീറ്റർ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഡ്രൈവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൈഗർ ഏകദേശം 3 മോഡൽ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേണം, ഓട്ടോമാറ്റിക് ഉണ്ട്. മാനുവൽ വേണം, മാനുവൽ വരുന്നുണ്ട്. ഒരുപാട് കളക്ഷൻസ് അല്ലേ ഈ പ്രാവശ്യം, ഒരുപാട് കളക്ഷൻസ് വമ്പ ഓഫറിൽ. അതും ചെറിയൊരു പൈസക്ക് ഒരു 50,000 ഉള്ളിൽ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റുന്ന അടിപൊളി വണ്ടികൾ. അതുകൂടാതെ ഈ ഒരു വണ്ടി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണം. നിങ്ങൾക്ക് തരാൻ പോകുന്നത് 2 വർഷത്തെ വാറന്റി, അതുപോലെ തന്നെ 1 ഇയർ റോഡ് അസിസ്റ്റന്റ്. ആര് തരും ഇമാതിരി ഓഫർ? 10-20 കൂടുതലാണ് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 20 കൊടുത്താൽ എന്താ അതിനുള്ള ബെനിഫിറ്റും കാര്യങ്ങളുണ്ട്. 1 ഇയർ റോഡ് അസിസ്റ്റന്റ്, അതായത് നിങ്ങൾ റോഡിന്റെ മുകളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് കുടുങ്ങി കിടക്കുക, പെട്രോൾ തീരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കിടക്കുകയാണെങ്കിൽ ഈ 1 ഇയർ റോഡ് അസിസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം കമ്പനി അവിടെ വന്ന് ഫ്രീ ആയിട്ട് വണ്ടി പിക്ക് ചെയ്തിട്ട് സർവീസ് സെന്ററിൽ കൊണ്ടുപോകും. അപ്പൊ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലോ അവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 2 വർഷത്തെ വാറന്റി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് കൊണ്ട് തന്നെ അതിലെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് അതും അവർ ക്ലിയർ ആക്കി തരും. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ, പൂരം തുടങ്ങല്ലേ. ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് റിനോൾട്ടിന്റെ 4 വണ്ടികളാണ്. ഇതാ ബ്ലൂ വരുന്നുണ്ട്, വൈറ്റ്, റെഡ്, കോഫി. 7 സീറ്റർ വണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്, AMT ഉണ്ട്, CVT ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ CVT റിനോൾട്ടിന്റെ കൈഗർ തന്നെ നോക്കാം. ബ്ലൂ കളർ. ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ. 2022 വണ്ടി. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 32,000. 32,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് RXZ 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ടർബോ ആണ് വരുന്നത്. അലൈൻമെന്റും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് കട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി കളറാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ റിനോൾട്ടിന്റെ കൈഗർ അല്ലെ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഇത് കറക്റ്റ് പ്രൈസ് അവിടെ വരുന്നത്? ഇത് നമുക്ക് 8,60,000 കൊടുക്കാം. 8,60,000. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഇത് 8 വരെ ചെയ്യാം. 8 വരെ ചെയ്യാം. ഒരു 60,000 ഉണ്ടെങ്കിൽ CVT ഓട്ടോമാറ്റിക് റിനോൾട്ടിന്റെ കൈഗർ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടാവാം. കഴിഞ്ഞിട്ടില്ല ഓഫർ. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന റിനോൾട്ടിന്റെ ഡ്രൈവർ അല്ലേ? ഡ്രൈവർ 7 സീറ്റർ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2020 മോഡല്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 17,000 കിലോമീറ്റർ. വെറും 53,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഇന്ത്യയിലെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. 2 വർഷത്തെ വാറന്റി വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 5,40,000. 5,40,000. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 5 വരെ കൊടുക്കാം. 5 വരെ. ഒരു 40,000 ഉണ്ടെങ്കിൽ ഒരു 7 സീറ്റർ റിനോൾട്ടിന്റെ ഡ്രൈവർ അങ്ങ് സ്വന്താക്കാം. കഴിഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മളെ റിനോൾട്ടിന്റെ കൈഗർ അല്ലേ? കൈഗർ മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണ്? മാനുവൽ ആണ് വരുന്നത്. ഒരു റെഡ് ആൻഡ് കിളിയാണ് വരുന്നത്. നല്ല കാണാൻ മൊഞ്ചുള്ള ഒരു വണ്ടി. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2022. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 30 സംതിങ്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക സീതാ. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 7,70,000. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 7 വരെ ചെയ്യാം. ഒരു 70,000 വണ്ടി ഇവിടെ നടക്കാം. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത ഓട്ടോമാറ്റിക് റിനോൾട്ടിന്റെ കൈഗർ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണല്ലേ? ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് RXL വരുന്നത്. RXL ആണ്. ഏതാ 2020 അല്ലേ പറഞ്ഞത്? 2022. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 17,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. കേൾപ്പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഒരു കോഫി കളറാണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 7,30 A30. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 7 വരെ ഇടാം. ഒരു വെറും നല്ല ട്രാക്ക്, സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ പക്ക ആണെങ്കിൽ നമുക്കൊരു 30,000 ഉണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് കൈഗർ കൊണ്ട് ഇറക്കിക്കൊണ്ടാവും അല്ലെ? ആദ്യത്തേത് ഫുള്ള് റിനോൾട്ടിന്റെ വണ്ടിയാണെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്നത് ടാറ്റന്റെ ടിയാഗോ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്. 2021 ഒരൊറ്റ ഓട്ടോമാറ്റിക്കും ബാക്കി ഫുള്ളും മാനുവലും ഫുൾ ഓപ്ഷൻ വണ്ടികളല്ലേ? ഫസ്റ്റിലെ നമുക്ക് തുടങ്ങല്ലോ. എന്നാല് ഫസ്റ്റ് തന്നെ ഓട്ടോമാറ്റിക് തന്നെ തുടങ്ങാം. ഓട്ടോമാറ്റിക് ഏതാ മോഡൽ വരുന്നത്? ഓട്ടോമാറ്റിക് 2021 മോഡൽ. 2021. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ വരുന്നത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 18,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ശരി അതേപോലെയാണ്. പക്കാണല്ലേ? ടയറൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു റെഡ് കളറാണ് വരുന്നത്, ഒരു അട്രാക്റ്റീവ് കളറാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 6,40 വരും. 6,40,000. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നോക്കി ചെയ്യാം. ലാസ്റ്റ് എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 6 വരെ ഇടാം. 6 വരെ. ഒരു വെറും 40,000 രൂപ ഉണ്ടെങ്കിൽ ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് ഇവിടുന്ന് 2021 മോഡൽ ഇവിടുന്ന് ഇറക്കാം. 4 സ്റ്റാർ കാറ്റഗറി വരുന്ന വണ്ടിയാണ് ടിയാഗോ ഒക്കെ വരുന്നത്. ഇനിയിപ്പോ എന്തായാലും സ്പീഡിൽ അടിച്ച് മിന്നിക്കാൻ പറ്റുന്ന നല്ല വണ്ടികൾ തന്നെ എടുക്കാറുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത് മാനുവൽ ടാറ്റ ടിയാഗോ 2021 മോഡലല്ലേ? ഓൺഷിപ്പ് വരുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 40,000 കിലോമീറ്റർ. വെറും 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. മാനുവൽ അല്ലേ വരുന്നത്? ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് ഇത് 5,95 ചോദിക്കുന്നത്. 5,95 ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഇത് 5 വരെ ഇടാം. 5 വരെ. 5 വരെ. ഒരു 45,000 50,000 രൂപ വണ്ടി വന്ന് സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ടാറ്റ ടിയാഗോ 2019 മോഡല്. ഏത് ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഏതാണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 5 ലക്ഷത്തിന് കൊടുക്കാം. 5 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഇത് നമുക്ക് മാക്സിമം 4,45 രൂപ ഇടാം. 4,45 രൂപ. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് 2019 ഒരു വൈറ്റ് കളർ ടാറ്റ ടിയാഗോ KL 57 ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണ്? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 4,98. 4,98. എത്ര ലോൺ കയറും? ഇത് നമുക്ക് 4,45 ലോൺ. 4,45. ഒരു 10,20,000 രൂപ വണ്ടി വരുന്ന സുഖമായിട്ട് ഇറക്കാം. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 2021 മോഡൽ അല്ലേ? ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. 2021 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് നമുക്ക് 5,50 കൊടുക്കാം. 5,50. ലാസ്റ്റ് ആണോ? ഫൈനൽ ആണോ? ഫൈനൽ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ് ആയി കൊടുക്കാം. ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഒരു എത്ര രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം? ഇത് നമുക്ക് 50 രൂപ വണ്ടി എടുത്തു. 50 രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് 2019 മോഡലല്ലേ? ഇതിൽ ഒറ്റ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, ബാക്കിയൊക്കെ മാനുവൽ ആണ് വരുന്നത്. 2019 ടാറ്റ ടിയാഗോ ആണ് വരുന്നത്. ടിയാഗോന്റെ ഇമാതിരി കളക്ഷൻ, ഇത്ര കളക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരൊറ്റടിക്ക് ഒരു ഷോറൂമിൽ 6-7 വണ്ടിയാണ്. ഇപ്പൊ കാണിക്കാത്ത വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഏകദേശം 6-7 വണ്ടികളുണ്ട്. ഓക്കെ, ഇതാണ് മോഡൽ വരുന്നത് 2019. 2019 എക്സെറ്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 40 സംതിങ് ഓടിയിട്ടുള്ളൂ. 40. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇന്ത്യയിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് നമുക്ക് 4,98 റേഞ്ചിന്. 4,98 റേഞ്ചിൽ. ഇതേമാതിരി തന്നെ ഒരു 10,20,000 രൂപയുടെ വണ്ടി കൊണ്ട് സുഖമായിട്ട് എടുക്കാം. അവിടെ ആ വെന്യൂ കൊടുക്കാനുള്ളതാണോ? വെന്യൂ ഏതാ മോഡൽ വരുന്നത്? ഇനി 2020 മോഡൽ. 2020 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? വെറും 20,000 കിലോമീറ്റർ. വെറും 20,000 കിലോമീറ്റർ. 2020 മോഡലാണ്. റീപ്ലേസ്മെന്റ് എന്താണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 7,60. ഏതാ ഓപ്ഷൻ വരുന്നത്? എസ് ഓപ്ഷൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 7,60 വരും. 7,60,000. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? 2 വർഷത്തെ വാറന്റി എല്ലാം വരുന്നത്. എത്ര വേണ്ട വണ്ടി ഇവിടെ നടക്കാം? ഇത് നമുക്കൊരു 80 രൂപ എടുത്തു പോകാം. 80,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, നിയോസ് കൊടുക്കാനുള്ളതാണ്. നിയോസ് ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ. 2022. എത്ര ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ. വെറും 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ശരി, കാര്യങ്ങളൊക്കെ പക്കാണ്. പ്രൈസ് ആണ് വരുന്നത്? 6,45 കൊടുക്കാം. 6,45. ലാസ്റ്റ് ആണോ? ഫൈനൽ ആണോ? ഫൈനൽ നോക്കി. എത്ര രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം? ഇത് നമുക്കൊരു 40 രൂപ എടുത്തു പോകാം. 40 രൂപയുടെ വണ്ടി. ഓക്കെ, ഈ i20യോ? i20 2015 മോഡൽ. 2015 മോഡൽ. എത്ര ചോദിക്കുന്നത്? ഇത് 4,60 കൊടുക്കാം. 4,60. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. 4,60 ലാസ്റ്റ് കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 4 വരെ ഇടാം. 4 വരെ. ഒരു 60,000 രൂപ വണ്ടി കൊണ്ട് നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഏതാണ്? നെക്സ്റ്റ് i10 ഉണ്ട്. i10 ഏതാ മോഡൽ വരുന്നത്? i10 2017. 2017. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000. 70,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ പക്കാണ്. പ്രൈസ്
പ്രൈസ് നമുക്ക് ഇത് 5-10 കൊടുക്കാം. 5-10 മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? എത്ര ലോൺ ചെയ്തത്? നമുക്ക് 5 രൂപ ലോൺ എടുക്കാം. ഒരു 10,000 രൂപ വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ് നെക്സ്റ്റ് ഡീസൽ ബ്രസ ഉണ്ട്. ഡീസൽ ബ്രസ ഏതാ മോഡൽ വരുന്നത്? ബ്രസ 2017 മോഡൽ. 2017 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി, കാണാനൊക്കെ പക്ക ആയിരിക്കല്ലേ? പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 840 കൊടുക്കാം. 840. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഡീസൽ ആമിയോ ഉണ്ട്. ഡീസൽ ആമിയോ, വോൾസ്വാഗന്റെ ആമിയോ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2017 സിംഗിൾ ഓണർ. 2017 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് നമുക്ക് 580 കൊടുക്കാം. 5,50,000. മാക്സിമം ലോണും ചെയ്ത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി വാഗ്നർ വരുന്നുണ്ട്, ടാറ്റ ടിയാഗോ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഡീസൽ ഹൈബ്രിഡ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ. 2017. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 65,000. 65,000. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ബോണറ്റ് ഗ്ലാസ് ഉണ്ട്. അതായത് രണ്ട് ടൈമാണ്. മെയിൻ ഗ്ലാസും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരേ ടൈമാണ്. പ്രൈസ് വരുന്നത് 780 കൊടുക്കാം. 7,80,000. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഇത് മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ, നമ്മളിത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് കറക്റ്റ് വരുന്നത് തോട്ടട SN കോളേജിന്റെ അടുത്താണ്. SN കോളേജിന്റെ അടുത്ത്. തോട്ടട SN കോളേജിന്റെ തൊട്ടടുത്ത് കണ്ണൂർ കാറം ബൈക്ക് ഷോറൂം ആണ് വരുന്നത്. അപ്പം ഫലന്റെ നമ്പറും അതുപോലെ തന്നെ ഇവിടുത്തെ ഷോറൂം നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ടി നമ്മൾ കാണിക്കാത്ത കുറഞ്ഞ വണ്ടികളും ഉണ്ട്. അപ്പൊ ഇതിന് കൂടുതൽ എല്ലാ വണ്ടികളും ഉണ്ട്. എന്തായാലും 2 വർഷത്തെ വാറണ്ടി, ഒരു കമ്പനി കൊടുക്കാത്ത ഒരു ഇതാണ് 2 വർഷത്തെ വാറണ്ടി. കാറം ബൈക്കിന്റെ മിക്ക എല്ലാ ഷോറൂമുകൾക്കും 2016 ശേഷം 2017 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും 2 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. വണ്ടി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം വണ്ടി എടുത്ത വിറ്റിയാൽ തന്നെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട, ഇങ്ങോട്ട് കൊണ്ടുപോയാലേ. 2 വർഷത്തെ വാറണ്ടി. റോഡ് അസിസ്റ്റന്റ് വരുന്നില്ലേ? റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. 1 ഇയർ റോഡ് അസിസ്റ്റന്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വണ്ടിയായിട്ട് എവിടെയെങ്കിലും പോയി ലോക്കാവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് അറിയിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ആളെത്തി നിങ്ങളെ വണ്ടി പിക്ക് ചെയ്ത് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 10-20 കൂടുതലായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വണ്ടി എടുത്ത് വീട്ടിലെത്തി കഴിഞ്ഞാൽ ധൈര്യത്തിൽ കൊണ്ടുനടക്കുക. അതാണ് കാറം ബൈക്കിന്റെ മെയിൻ പോളിസി വരുന്നത്. അപ്പൊ അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആരും മിസ്സാക്കേണ്ട, വേഗം വിളിച്ചോളൂ.